ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീറ്റ് UGC നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് നാഷണൽ ജനതാദൾ. കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളന പരിപാടികൾ 24-ന് സമാപിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എംപ്ലോയീസ് യൂണിയൻ. തങ്ങളെ UDFന്റെ ഘടകകക്ഷിയായി അംഗീകരിച്ചതായി കേരള പ്രവാസി അസോസിയേഷൻ. വായിച്ചാൽ മനസ്സിലാവാത്ത കഥകളാണ് ചെറുകഥാലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് സാഹിത്യകാരൻ PR നാഥൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നീറ്റ് UGC നെറ്റ് പരീക്ഷകളിൽ കൃത്രിമം നടത്തി പരീക്ഷാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ പരീക്ഷ എഴുതിയ ഓരോരുത്തർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് നാഷണൽ ജനതാദൾ. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഐഡന്റിറ്റി പുറത്ത് വെളിപ്പെടുത്തുന്നത് ആ പരീക്ഷയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൊതുപരീക്ഷകളിൽ എഴുതുന്ന പരീക്ഷാർത്ഥിയുടെ പേര് വിവരങ്ങൾ ചോദിക്കുന്ന പതിവ് ഉണ്ടാവാറില്ല. എന്നാൽ ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ കൃത്യമായി OMR ഷീറ്റിന്റെ ഏറ്റവും അടിയിൽ ഈ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്രിമത്വങ്ങൾ ഒഴിവാക്കാനാണ് OMR ഷീറ്റിൽ പരീക്ഷാർത്ഥിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന യാതൊരു വിവരവും ചേർക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചിട്ടുള്ളത് എന്നിരിക്കെ ജൂൺ 18-ന് നടന്ന UGC നെറ്റ് പരീക്ഷയുടെ OMR ഷീറ്റിൽ പേരും വിലാസവും എഴുതാൻ പരീക്ഷാർത്ഥികളോട് ആവശ്യപ്പെടുന്ന അസാധാരണ സംഭവം ഉണ്ടായതായി നാഷണൽ ജനതാദൾ സംസ്ഥാന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. നീറ്റ് പരീക്ഷയും UGC നെറ്റ് പരീക്ഷയും കുറ്റമറ്റതായി നടത്താൻ സാധിക്കാതെ വന്ന കേന്ദ്ര സർക്കാർ പരീക്ഷ എഴുതിയ ഓരോ ആൾക്കും 10,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ വിഷയം ഉന്നയിച്ച് പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി അപകടത്തിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും ഭാരവാഹികളായ സെനിൻ റാഷി, AP യൂസഫ് അലി മടവൂർ, PP അഷറഫ് തുടങ്ങിയവർ പറഞ്ഞു. BJP ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ പരീക്ഷകളെയും ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 2017-ലാണ് NTA രൂപം കൊണ്ടത്. ഈ NTA വന്നതിന് ശേഷം നടന്ന എല്ലാ വർഷത്തെയും ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. അതിപ്പോൾ തെളിവ് സഹിതം കൂടുതൽ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ NTAയുടെ ഉത്തരവാദിത്തത്തിലുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു. പൊതുസമ്മേളന നഗരിയായ കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ മേയർ ബീന ഫിലിപ്പ് പതാക ഉയർത്തി. സമ്മേളന പരിപാടികൾ 24-ന് സമാപിക്കും. കോഴിക്കോട് ബീച്ചിലെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ CITU ജില്ലാ ട്രഷറർ PK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ട്രഷറർ VK ഷീജ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുനിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം K വിജയകുമാർ എന്നിവർ ജാഥാംഗങ്ങളുമായ പതാക ജാഥയ്ക്ക് മീഞ്ചന്ത, പുതിയറ, മെഡിക്കൽ കോളേജ്, സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി CH അശോകന്റെ ഒഞ്ചിയത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് കൊടിമര ജാഥ ആരംഭിച്ചത്.
വൈകിട്ടോടെ പതാക കൊടിമര ജാഥകൾ ബീച്ച് റോഡിൽ സംഗമിച്ച് റാലിയായി ഫ്രീഡം സ്ക്വയറിൽ എത്തിയ ശേഷം സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ഫ്രീഡം സ്ക്വയറിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് പതാക ഉയർത്തിയത്. ജൂൺ 22, 23, 24 തീയതികളിലാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എംപ്ലോയീസ് യൂണിയൻ. PSCയിലെ ജോലി ഭാരത്തിനനുസരിച്ച് തസ്തികകൾ അനുവദിക്കണമെന്നും കോഴിക്കോട്ട് നടന്ന 51ാമത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ 51ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം എക്സൈസ് അസോസിയേഷൻ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്, നിങ്ങൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒട്ടേറെ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന PSCയെ തന്നെയാണ്. കാരണം ഇന്ന് യുവാക്കളായിട്ടുള്ള ജോലിയില്ലാത്ത യുവാക്കളുടെയും യുവതികളുടെയും അവരേറ്റവും കൂടുതൽ എന്നും എന്ന രീതിയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് PSCയെ. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനെയും അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അനിരുദ്ധൻ, FSCTU ജില്ലാ പ്രസിഡന്റ് സജീഷ് നാരായണൻ, PSC EU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി NK മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഉണ്ണികൃഷ്ണൻ EM പ്രസിഡന്റ്, മുഹമ്മദ് ഷാഫി NK, ഗീത KK വൈസ് പ്രസിഡന്റുമാർ, മഹേഷ് M സെക്രട്ടറി, വിജയലത K, സുനീഷ് കുമാർ P ജോയിന്റ് സെക്രട്ടറിമാർ, അനിത മോൾ P ട്രഷറർ, സതീദേവി P വനിതാ കമ്മിറ്റി കൺവീനർ എന്നിവരെയും തെരഞ്ഞെടുത്തു. 16 അംഗ ജില്ലാ കമ്മിറ്റിയെയും 8 അംഗ സ്റ്റേറ്റ് കൗൺസിലിനെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തങ്ങളെ UDFന്റെ ഘടകകക്ഷിയായി അംഗീകരിച്ചതായി കേരള പ്രവാസി അസോസിയേഷൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പറഞ്ഞു. 9 ജില്ലകളിലായി കേരള പ്രവാസി അസോസിയേഷന് ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും കേരള പ്രവാസി അസോസിയേഷന് ഇന്ന് പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള പ്രവാസി അസോസിയേഷൻ UDF മുന്നണിക്ക്, അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പ്രബല മുന്നണിയായ UDFന്റെ ഘടകകക്ഷിയാവണമെന്നുള്ള ആഗ്രഹം കേരള പ്രവാസി അസോസിയേഷൻ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ UDF നേതൃയോഗത്തിൽ കേരള പ്രവാസി അസോസിയേഷനെ ഒരു സ്ഥിരം ക്ഷണിതാവായി അംഗീകരിക്കുകയും ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയും ചെയ്ത സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുക. 4.5 ലക്ഷത്തോളം രജിസ്റ്റേർഡ് മെമ്പർമാർ KPAയ്ക്കുണ്ട്. പ്രവാസികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് കേരള പ്രവാസി അസോസിയേഷൻ. പ്രവാസികളുടെ നേതൃത്വത്തിലാണ് തുടങ്ങിയതെങ്കിലും KPAയിൽ ഇപ്പോൾ അംഗങ്ങളായി എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. CPMൽ നിന്നും വിട്ടുവന്നവരാണ് അംഗങ്ങളിൽ കൂടുതലും ഉള്ളതെന്ന് KPA ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജെറി രാജു, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മൻസൂർ മണ്ണിൽ, നാഷണൽ കൗൺസിൽ അംഗം സനൽ B മഞ്ഞക്കോട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് C തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വായിച്ചാൽ മനസ്സിലാവാത്ത കഥകളാണ് ചെറുകഥാ ലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് പ്രശസ്ത സാഹിത്യകാരൻ PR നാഥൻ. ഉസ്മാൻ ഒഞ്ചിയം ഒരിയാനയുടെ ചെറുകഥാ സമാഹാരമായ SK ആശുപത്രിയിലാണ് എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉസ്മാൻ ഒഞ്ചിയം ഒരിയാന രചിച്ച SK ആശുപത്രിയിലാണ് എന്ന ചെറുകഥാ സമാഹാരം വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥൻ പ്രകാശനം നിർവഹിച്ചു. വായിച്ചാൽ മനസ്സിലാവാത്ത കഥകളാണ് ചെറുകഥാ ലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യം വ്യക്തമാക്കണം. ഗാന്ധി ചില കാര്യങ്ങൾ വ്യക്തമാക്കി. ഞാൻ നല്ലപോലെ ഡ്രസ് ചെയ്യാം, ഇന്ത്യക്കാർക്ക് മുഴുവൻ അങ്ങനെ ഡ്രസ്സ് വാങ്ങാനുള്ള സമ്പത്ത് ഉണ്ടാവട്ടെ, എന്നിട്ട് ഞാൻ വലിയ കുപ്പായം ധരിക്കാം. വ്യക്തമാക്കി. ചരിത്ര ഗ്രന്ഥരചയിതാവ് P ഹരീന്ദ്രനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. കടത്തനാട് ലിറ്ററേച്ചർ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് I മൂസ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് P മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗാനരചയിതാവ് കുഞ്ഞിപ്പ പുതുപ്പള്ളി പുസ്തകം പരിചയപ്പെടുത്തി. കോഴിക്കോട് സിറ്റിസൺ ഗ്രൂപ്പ് പ്രതിനിധി MK ഉസ്മാൻ, പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് P സഫിയയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. വടേക്കണ്ടി നാരായണൻ, അബ്ദുള്ള കോയ കണ്ണങ്കടവ്, അലി കൊയിലാണ്ടി, റൂബി, MK യൂസഫ്, PK ഇബ്രാഹിം, ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ്, പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ PT നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്റ്റ വടകര മണ്ഡലം സെക്രട്ടറി TP റഷീദ്, സ്വാഗത സംഘം കൺവീനർ ഷൗക്കത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വടകര. ഭാരതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച യോഗ ഇന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ഏറ്റെടുത്തത് ഓരോ ഭാരതീയനും അഭിമാനിക്കത്തക്കതാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അന്തർദേശീയ യോഗാ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് BJP ജില്ലാ കമ്മിറ്റി കാരപ്പറമ്പ് ആശീർവാദ് ലോൺസ് ഓഡിറ്റോറിയത്തിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും സന്തോഷവും ആരോഗ്യവും നൽകുന്ന പ്രധാന വ്യായാമമായി യോഗ മാറിയെന്നും രാഷ്ട്ര പുരോഗതിക്കായാണ് നരേന്ദ്രമോദി സർക്കാർ യോഗയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവനവനും സമാജത്തിനും വേണ്ടി യോഗ എന്ന മഹത്തായ സന്ദേശമാണ് ഇത്തവണ യോഗാ ദിനത്തിന് നൽകിയിരിക്കുന്നത്. സമർപ്പിത പരിശീലനത്തിലൂടെ നിത്യേന യോഗ അഭ്യസിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും സമാധാനവും ഉന്മേഷവും നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ആരോഗ്യ പരിപാലനവും അതുപോലെ ലോക സമാധാനവും സഹവർത്തിത്വവും അതിൽ പ്രോത്സാഹിപ്പിക്കാനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. സ്വാഭാവികമായും ലോക സമാധാനത്തിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എന്നുള്ളത് യോഗ തന്നെയാണ്. ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ലോകം മുഴുവൻ ഒരു കുടുംബം എന്നുള്ളതാണ്. ലോകത്തെ ഒരു പക്ഷിക്കൂടായിട്ടാണ് ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ കണ്ടിരുന്നത്. അതിൻ്റെ പ്രായോഗിക രൂപമാണ് സത്യത്തിൽ യോഗയിലൂടെ നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി യോഗാ സന്ദേശം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, E പ്രശാന്ത് കുമാർ, മേഖലാ സംഘടനാ സെക്രട്ടറി G കാശിനാഥ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിനാരി, സെക്രട്ടറിമാരായ T റനീഷ്, പ്രശോഭ് കോട്ടൂളി, അനുരാധ തായാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. യോഗാചാര്യൻ സുധീർ മാടായി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സർവകലാശാല മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അസഹിഷ്ണുതയ്ക്കെതിരെ ഇന്ത്യ എന്ന പേരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജൂൺ 28, 29 തീയതികളിൽ സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടി ചിന്തകനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായിട്ടും ഇന്ന് ചരിത്രത്തിൽ നടക്കുന്ന അപനിർമ്മിതികൾ, പാഠപുസ്തകങ്ങളിൽ നടക്കുന്ന ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിർമ്മിതികൾ, അതുപോലെ തന്നെ നമ്മുടെ വാർത്താമാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന രീതികൾ, അതിനപ്പുറം
കലാ സാഹിത്യ സിനിമാ രംഗത്ത് ഇന്ന് നടക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണം, അതേപോലെ തന്നെ കമ്മ്യൂണൽ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി കലയെയും സാഹിത്യത്തെയും ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ 6 സെഷനുകളായി 28, 29 ഈ മാസം 28, 29 തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെമിനാർ ഹാളിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ചർച്ച ചെയ്യുകയാണ്. ദേശീയ സെമിനാറിന്റെ ഭാഗമായി 28-ന് അപനിർമ്മിതി ചരിത്രത്തിലും പാഠപുസ്തകത്തിലും എന്ന വിഷയത്തിലും മതനിരപേക്ഷതയിലും നെഹ്റുവിയൻ പാരമ്പര്യവും എന്ന വിഷയത്തിലും ചർച്ചകൾ നടക്കും. 29-ന് വർഗീയ പ്രചരണകാലത്തെ ഇന്ത്യൻ സിനിമകൾ എന്ന വിഷയത്തിലും ഫാസിസ്റ്റ് കാലത്തെ കലാസാഹിത്യ പ്രതിരോധം എന്ന വിഷയത്തിലും പ്രശസ്തർ സംസാരിക്കും. വിവിധ സെഷനുകളിലായി മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ, ഡോക്ടർ പരകാല പ്രഭാകർ, സയ്യിദ് അക്തർ മിർസ, ഡോക്ടർ ടി ശ്രീകുമാർ, എം.എൻ. കാരശ്ശേരി, ശശികുമാർ, ശ്വേത ഭട്ട്, സുധാമേനോൻ, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയവർ സംസാരിക്കും. 29-ന് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുൻ MP സി ഹരിദാസ് അധ്യക്ഷത വഹിക്കും. MK രാഘവൻ MP, AP അനിൽകുമാർ MLA, RS പണിക്കർ തുടങ്ങിയവരും പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ചെയർ, ഗവേണിംഗ് ബോഡി അംഗം ആര്യാടൻ ഷൗക്കത്ത്, റിയാസ് മുക്കോളി, വീക്ഷണം മുഹമ്മദ്, P. അബ്ദുൾ ബായിസ്, മുല്ലശ്ശേരി ശിവരാമൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗ് കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സിറ്റിംഗിൽ 29 കേസുകൾ പരിഗണിച്ചതിൽ 25 എണ്ണം തീർപ്പാക്കി, 4 എണ്ണം ഉത്തരവിനായി മാറ്റിവെച്ചു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച സിറ്റിംഗ് നടന്നത്. ചില കേസുകളിൽ കമ്മീഷൻ സമൻസ് അയക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ട കക്ഷികൾ കൂടിയിരുന്ന് പ്രശ്നം പരിഹരിക്കുന്നതായും ഇത് ആശ്വാസകരമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ ചില സങ്കീർണ കേസുകൾ നീണ്ടുപോകാറുണ്ട്. കോഴിക്കോട് ജില്ലയിലെ അത്തരം 4 കേസുകളാണ് ഉത്തരവിനായി മാറ്റിവെച്ചത്. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് B. മോഹൻകുമാർ, N. സുനന്ദ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമം ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീചക്ര വിദ്യാർത്ഥികളും ഗായകരും അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി. സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് KT ശ്രീനിവാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കാവുംവട്ടം വാസുദേവൻ, ഡോക്ടർ ലാൽ രഞ്ജിത്ത്, മുരളീധരൻ നമ്പീശൻ, സുരേഷ് പന്തരായിനി, റനീഷ് അത്തോളി, ബാലകൃഷ്ണൻ, വിജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരുപാട് ദിനങ്ങളുണ്ട്. എല്ലാത്തിനും ദിനമാണ്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, പ്രകൃതിക്ക് ഒരു ദിനം, പരിസ്ഥിതിക്ക് വേറൊരു ദിനം, ഇങ്ങനെ നിരവധി ദിനങ്ങൾ രാജ്യത്തെമ്പാടും ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള ആവശ്യത്തിലേക്കായി ലോക ജനത കൊണ്ടാടാറുണ്ട്. പലപ്പോഴും ആ ദിനത്തിന്റെ പ്രാധാന്യത്തിൽ ആ ദിനത്തിന് മാത്രമുള്ള ഒരു ഓർമ്മയായിട്ട് അത് ചുരുങ്ങിപ്പോകാറുമുണ്ട്. സംഗീതം എന്ന് പറയുന്നത് വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കലയാണ്. കലയിൽ തന്നെ ഏറ്റവും സുഹൃത കല എന്നാണ് സംഗീതത്തെ പറ്റി പറയുന്നത്. തുടർന്ന് ശ്രീചക്ര വിദ്യാർത്ഥികളും ഗായകരും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലാപ്പറമ്പ് യൂണിറ്റ് ലോക സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. മലാപ്പറമ്പ് AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന സംഗീത കലാകാരന്മാരെ ആദരിച്ചു. ഗാനമേളയും മഹഫിലും അരങ്ങേറി. നന്മ സംഘടിപ്പിച്ച ലോക സംഗീത ദിനാചരണ പരിപാടിയിൽ മുതിർന്ന കലാകാരന്മാരായ കീബോർഡ് ആർട്ടിസ്റ്റ് മോഹൻദാസ്,
ഗായിക സുനീതി, സംഗീത അധ്യാപകൻ പ്രദീപ് കുമാർ എന്നിവരെ ആദരിച്ചു. നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിജയബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ വേണു, മേഖലാ പ്രസിഡന്റ് MC സന്തോഷ് കുമാർ, മേഖലാ സെക്രട്ടറി മുരളീധരൻ പറയഞ്ചേരി, യൂണിറ്റ് സെക്രട്ടറി സുഗതൻ മലാപ്രമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ 20ഓളം ഗായകന്മാർ അണിനിരന്ന മഹഫിലും കരോക്കെ ഗാനമേളയും ഏകാഭിനയവും നടന്നു. ന്യൂസ് ബ്യൂറോ. കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകരുടെയും ജീവനക്കാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കൂട്ടായ്മയായ അപ്പക്കൂട്ട് ജീവകാരുണ്യ രംഗത്തും മാതൃകയാവുന്നു. വ്യാപാര സ്ഥാപനം തീപിടിച്ച് നഷ്ടമായ സഹോദരങ്ങൾക്ക് അപ്പക്കൂട്ട് കൂട്ടായ്മ നിർമ്മിച്ചു നൽകുന്ന കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അവർക്കത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് 2 മാസം കൊണ്ട് ആ കെട്ടിടം അതേ സ്ഥിതിയിൽ പുനഃസ്ഥാപിച്ച് താക്കോൽ കൈമാറ്റത്തിന്റെ ദിവസമാണിന്ന്. താമരശ്ശേരിയിൽ സഹോദരങ്ങളുടെ വ്യാപാര സമുച്ചയം കത്തിയമർന്നതിനെ തുടർന്ന് അവർക്കായി അപ്പക്കൂട് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ പുതിയ കെട്ടിടം പണിത് നൽകുകയാണ്. ചെറുകിട ബേക്കറി സംരംഭകരെയും ജീവനക്കാരെയും കുടുംബശ്രീകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രാപ്തരാക്കുക, വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷ്യ സംസ്കാരം വളർത്തുക, നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചക്ക, പൈനാപ്പിൾ, ഏത്തക്കായ എന്നിവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി കയറ്റുമതിക്ക് സജ്ജമാക്കുക തുടങ്ങി വിവിധ ഉദ്ദേശങ്ങളോടെയാണ് അപ്പക്കൂട് എന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്ന് പി ശ്രീകുമാർ, റോയൽ നൌഷാദ്, ബിജു, നവ്യ തുടങ്ങിയവർ പറഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ നമുക്കറിയാം, അട, ഏലാഞ്ചി, കൊഴുക്കട്ട പോലത്തെ നാടൻ സാധനങ്ങൾ ലോക മാർക്കറ്റിൽ എത്തിക്കാനും ഈ അപ്പക്കൂട് സപ്പോർട്ട് ചെയ്യും. അതിനുള്ള പരിശീലന കളരിയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. ഒരു ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ ക്ലാസ് ഫിക്സ് ചെയ്തു, 3ാമത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സാധാരണക്കാരനും ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോക വിപണിയിൽ എത്താൻ സാധിക്കുന്ന പരിശീലന കളരിക്കാണ് അപ്പക്കൂട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്യുപങ്ക്ചർ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ജൂൺ 23-നും 24-നും കോഴിക്കോട്ട് നടക്കും. സംസ്ഥാന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്തരായ അക്യുപങ്ക്ചർ വിദഗ്ധർ നേതൃത്വം നൽകും. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അക്യുപങ്ക്ചർ എന്ന വ്യവസ്ഥാപിതമായ വൈദ്യശാസ്ത്രത്തിന്റെ അപരത്വത്തിൽ മറ്റൊരു വൈദ്യശാസ്ത്രം ചികിത്സിക്കപ്പെടുകയും അതിൽ കുറെ അപകടങ്ങൾ സംഭവിച്ചതും മരണം ഉൾപ്പെടെ സംഭവിച്ചത് മീഡിയകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് ഇതിനകം തന്നെ വേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വൈദ്യശാസ്ത്രത്തെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഇനിയും നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂൺ 23-ന് ചാലപ്പുറം കേസരി ഹാളിൽ നടക്കുന്ന അക്യുപങ്ക്ചർ സയൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സിറ്റി DCP അനൂജ് പരിവാൾ IPS വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യയിലെ സീനിയർ മോസ്റ്റ് അക്യുപങ്ക്ചർ ചികിത്സകരായ പ്രശസ്ത അക്യുപങ്ക്ചർ ചികിത്സകരായ ഡോക്ടർ ദെബാസിസ് ബക്ഷിയും ഡോക്ടർ ചന്ദന മിശ്രയും നേതൃത്വം നൽകുന്ന അക്യുപങ്ക്ചർ സൗജന്യ ചികിത്സാ ക്യാമ്പ് ജൂൺ 24-ന് തിങ്കളാഴ്ച ദ നീഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപങ്ക്ചർ ചേവായൂരിൽ വെച്ച് നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് UGC നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് നാഷണൽ ജനതാദൾ. കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളന പരിപാടികൾ 24-ന് സമാപിക്കും.
സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എംപ്ലോയീസ് യൂണിയൻ. തങ്ങളെ UDFന്റെ ഘടകകക്ഷിയായി അംഗീകരിച്ചതായി കേരള പ്രവാസി അസോസിയേഷൻ. വായിച്ചാൽ മനസ്സിലാവാത്ത കഥകളാണ് ചെറുകഥാ ലോകം നേരിടുന്ന വെല്ലുവിളിയെന്ന് സാഹിത്യകാരൻ PR നാഥൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.